ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് എസ് മുരളീധരന് കോഴിക്കോട്ട് സ്വീകരണം നൽകി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ നൽകിയ സ്വീകരണത്തിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുരളീധരന് പുരസ്കാരം സമർപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പുതുതായി തുടങ്ങിയ ബാഡ്മിന്റൺ അക്കാദമി രാഷ്ട്രപതിയുടെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 4:30 മുതൽ 8 വരെയാണ് പരിശീലനം. അഭിലാഷ് ടെന്നിസണാണ് മുഖ്യ പരിശീലകൻ. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ സ്വീകരണ പരിപാടി മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈകി വന്ന അവാർഡാണ് ഈ ദ്രോണാചാര്യ അവാർഡ് എന്ന്. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ മുരളീധരൻ സാറിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്ന് ദാസേട്ടനെ പോലെ ഒരാൾ ആശംസ എഴുതി അറിയിച്ചിരിക്കുകയാണ് നമുക്ക്. ഇപ്പോൾ റോയ് അത് ഏതെല്ലാം മേഖലകളിൽ എന്നതിനെ വെട്ടിച്ചുരുക്കി കുറുക്കി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ്. ഈ കേരളം, ഈ കൊച്ചു കോഴിക്കോട് നിന്ന് സംസ്ഥാനത്തെ ഏറ്റവും അവാർഡുകൾ വാങ്ങിക്കൊണ്ട്, ദേശീയ അവാർഡുകൾ വാങ്ങിക്കൊണ്ട്, അന്തർദേശീയ തലത്തിൽ അവാർഡുകൾ വാങ്ങിക്കൊണ്ട്, കോച്ച് എന്ന തലത്തിൽ, ഒരു പ്രോഗ്രാം ഡയറക്ടർ എന്ന നിലയിൽ, അതുപോലെ എല്ലാ കോർഡിനേറ്റർ എന്ന നിലയിലൊക്കെ ഒരു ആചാര്യൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഗുരു അല്ലെങ്കിൽ പരിശീലകൻ എന്ന് നമ്മൾ പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു തലത്തിലുള്ള വ്യക്തിക്ക് എത്താൻ പറ്റുന്ന എല്ലാ മേഖലകളിലും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായി ആ മേഖലകളെല്ലാം കീഴടക്കിയ ഒരു വ്യക്തിക്കാണ് ഇന്ത്യയിൽ പരിശീലകന് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രേമനാഥ്, ഡോക്ടർ റോയ് വി ജോൺ, പി ടി അഗസ്റ്റിൻ, ടി എം അബ്ദുറഹിമാൻ, കെ എം ജോസഫ്, ഇ കോയ, എ നാസർ, അഭിലാഷ് ടെന്നിസൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രഥമ ശ്രീവളയനാട് ദേവി പുരസ്കാരം പ്രശസ്ത സംഗീത